ഡോക്ടർ ശ്രീജ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ശ്രീജ ഡെന്റിസ്ട്രിയിലെ ഏത് സ്പെഷ്യാലിറ്റിയാണ്? മോണരോഗത്തിന്റെ ഇംഗ്ലീഷിൽ പെരിയോഡോണ്ടിക്സ്. അപ്പൊ നിങ്ങൾ പെരിയോഡോണ്ടിക്സ് എന്ന് പറഞ്ഞ പല്ലും പല്ലിന്റെ കടയും പല്ലും എല്ലും മോണയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സാണ്. അതായത് നിങ്ങൾ കണ്ണടച്ചാൽ പല്ലിളകും അല്ലേ? അതെ. നിങ്ങൾക്ക് ഒരു പല്ലിനെ ഉറപ്പിക്കാൻ സാധിക്കുമോ? മൈൽഡ് ടു മോഡറേറ്റ് കേസുകളിൽ ഞങ്ങൾക്ക് ഉറപ്പിക്കാം 100%. ഒരു രോഗിയാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റിയിലേക്ക് റെഫർ ചെയ്യപ്പെടുന്ന രീതിയിൽ പേഷ്യന്റ് ബ്ലീഡ് ചെയ്യും ബ്രഷ് ചെയ്യുമ്പോൾ. രക്തം മോണയിൽ നിന്ന് വരും. അതിന് പേസ്റ്റ് ഉപയോഗിച്ചാൽ പറയാം. കുറെ പേസ്റ്റുകൾ ഉണ്ടല്ലോ. പേസ്റ്റിനൊക്കെ ഒരു പരിധിയുണ്ട്. ആണോ? എന്താണ് പരിധി? എന്തുകൊണ്ടാണ് അങ്ങനെ ബ്ലഡ് വരുന്നതെന്നുള്ളത് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നില്ലല്ലോ. അതെ, കൂടുതലും പല്ല് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് മെയിൻ റീസൺ. പല്ല് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് അവിടെ മോണയിലെ അഴുക്ക് പറ്റിപ്പിടിച്ച് മോണയെ പഴുപ്പിക്കുന്നു, മോണയെ അണുബാധയാകുന്നു, അവിടെ ചോര വരും. രക്തം വരിക എന്ന് പറയുന്നത് മോണരോഗത്തിന് മാത്രമല്ല, ക്യാൻസർ വന്നാലും വരില്ലേ? വരാം. വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ് മോണരോഗം. ഓക്കെ, ചില മോണയിൽ നിന്ന് രക്തം വരുന്നത് ക്യാൻസർ ആവാം. ക്യാൻസർ മാത്രമല്ല, ഒരുപാട് അസുഖങ്ങൾക്കും ബ്ലീഡിങ് കംസ്. അപ്പൊ നമ്മൾ മോണരോഗത്തിന് പേസ്റ്റ് ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അപകടത്തിൽ ചെന്ന് ചാടാം. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ മോണരോഗം ആദ്യത്തെ ലക്ഷണം ബ്ലീഡിംഗ് ആണ്. ഈ മോണരോഗം ഉള്ളവർക്ക് വീട്ടിൽ കലഹമാണെന്ന് പറയുമോ? അത് വീട്ടിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാവാറുണ്ടോ? വായ്നാറ്റം. വായ്നാറ്റം. അത് തന്നെ. കോവിഡ് കാലവും വായ്നാറ്റവും തമ്മിൽ എന്തൊക്കെയായിരുന്നു ബന്ധം? കോവിഡ് കാലത്ത് പേഷ്യന്റ് സാധാരണക്കാർക്ക് വായ്നാറ്റം കുറച്ച് കൂടുതലായിരുന്നു എന്ന് മിക്കവരും പറയാറുണ്ട്. എന്താണ്? മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. എയർ സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട്. അതുകൊണ്ട് അവർ തന്നെ അവരുടെ വായ്നാറ്റത്തെ ആസ്വദിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ലക്ഷണം എന്തായിരിക്കും? ഇത് കഴിഞ്ഞിട്ട് വായ്നാറ്റം കഴിഞ്ഞു. വായ്നാറ്റമാണ് രണ്ടാമത്തത്. ഇനി എന്താണ്? മോണ വീർക്കും. പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് വരും. നേരത്തെ ഇല്ലാതിരുന്ന ഗ്യാപ്പ് പെട്ടെന്ന് പല്ല് നീങ്ങി ചെറിയ ഗ്യാപ്പൊക്കെ പെട്ടെന്ന് ശ്രദ്ധിച്ചു തുടങ്ങും. അവിടെയൊക്കെ ഫുഡ് കയറാൻ തുടങ്ങും. കുറച്ചാൾ കഴിയുമ്പോൾ പല്ല് ഇളകും ഇല്ലേ? ലാസ്റ്റ് പതുക്കെ ഇളകിയിട്ട് മുഴുവൻ ഇളകുന്നത് ലാസ്റ്റ്. കൂടുതലും താഴത്തെ നിര. എന്നാലും നമ്മുടെ അടുത്ത് വരുന്നവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ എന്റെ പല്ല് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ്. അവസാന സമയത്ത് മോണരോഗത്തിന്റെ ചികിത്സയ്ക്ക് വന്നാൽ പല്ല് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം.